അപ്പോൾ ഇങ്ങനെയാണ് ഇന്ന് പോകുന്നത്. പണ്ട് എല്ലാ സമൂഹത്തിലും എല്ലാ തൊഴിലിലും ദ്രവ്യവും മനസ്സും തമ്മിലുള്ള ചേർച്ചയുടെ ഒരു രഹസ്യമുണ്ടായിരുന്നു. ക്ഷീണ സമൂഹത്തിലാണെന്ന് നിങ്ങൾ കൽപ്പിക്കുന്ന അതിൽപ്പെട്ട ഒരുവൻ പോയൊരു ചെടി പറിക്കുമ്പോഴും അത് രഹസ്യം തന്നെയായിരുന്നു. പഴയൊരു കേട്ടുകേൾവി കൂടി പറഞ്ഞാൽ, നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കും, കേട്ടുകേൾവി കൂടി പറഞ്ഞാൽ ഈ അധ്യായം പൂർത്തിയാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എനിക്ക് എളുപ്പമാകുമെന്ന് തോന്നുന്നു. പണ്ടൊരു ഇല്ലത്താൾക്ക് വലിയൊരു അസുഖം വന്നു. അപ്പോ ആഢ്യനായ ബ്രാഹ്മണൻ വല്ലാതെ വിഷമിച്ചു. അദ്ദേഹം പഠിച്ച ഒരു ശാസ്ത്ര മാതൃകയിലും അതിന് കാര്യമായ പ്രതിവിധിയില്ല. അവിടുത്തെ കാര്യസ്ഥൻ പറഞ്ഞു, മലയൻ ഇതിനൊരു മരുന്നറിയാം. മലയനോട് ചോദിച്ചാൽ ഇതിനൊരു പരിഹാരം ഉണ്ടാവും, തീർച്ചയാണ്. അപ്പൊ ചെന്നപ്പോ മലയന്റെ രഹസ്യ സങ്കേതത്തിലാണ് ഇതിന്റെ അറിവ് കിടക്കുന്നത്. മലയൻ പറഞ്ഞു, രോഗിയെ കാണണം. രോഗിയെ കാണാൻ പറ്റൂലല്ലോ, കാരണം മലയൻ കണ്ടാൽ രോഗിയെ പടിയടച്ച് പിണ്ണാൻ വെക്കണം. അപ്പൊ ഈ പോയ കാര്യസ്ഥൻ മലയനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ, മലയ, അത് നിന്നെ കാണിക്കാനാവില്ല, ഇല്ലത്തോളം നീ കണ്ടാൽ പിന്നെ പടിയടച്ച് പിണ്ണാൻ വെക്കണം, പിന്നെന്തിനാ ചികിത്സിക്കുന്നത്? അതിന് മലയനൊരു വഴി പറഞ്ഞു കൊടുത്തു. അതിന് ഇല്ലത്തോളം നേരിട്ട് കാണണമെന്നില്ല, ഒരു നിലക്കണ്ണാടി വെച്ചിട്ട് അതിന്റെ ഒരു ആംഗിൾ ഇല്ലത്തോളം ഇരിക്കുമ്പോൾ മറ്റേ കോണിൽ നിന്ന് ഞാൻ കണ്ടോളാം, ആ കണ്ണാടി പടിയടച്ച് പിണ്ണാൻ വെച്ചാൽ മതി. യു കാൻ ഫോളോ. അവനാ അന്നത്തെ ആ പ്രാകൃതങ്ങളോ പുരോഗമനപരങ്ങളോ ആയ വിശ്വാസങ്ങളോടൊന്നും അവൻ എതിരൊന്നുമില്ല. നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ കൊണ്ടുപോകും. പക്ഷേ ഇവിടെ ഒരു ജീവനാണ്, അതിനെ രക്ഷിക്കാൻ അടിയന് പറ്റും. അടിയൻ രക്ഷിക്കുമ്പോൾ ആ ജീവനെ പടിയടച്ച് പിണ്ണം വെക്കുമൊന്നും വേണ്ട. അടിയൻ കാണുന്നത് കണ്ണാടിയാ. അടിയൻ കാണുന്ന കണ്ണാടി പടിയടച്ച് പിണ്ണം വെച്ചു. അടിയന് വിരോധമൊന്നുമില്ല. ഇനി ആർക്കെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ ഈ ഇല്ലത്തോളുടെ വീട്ടിലുള്ള ആർക്കെങ്കിലും വിരോധം വന്നെങ്കിലേ ഉള്ളൂ. അത് ഇതിന്റെ അകപ്പൊരുളുകൾ തേടാത്തവർക്ക് വിരോധം വന്നെങ്കിലേ ഉള്ളൂ. അതിന് മലയൻ ഉത്തരവാദിയല്ല. മലയൻ വന്ന് മുറ്റത്ത് നിന്നു. ഇതേ ഉള്ളൂ കാര്യം, ഇതിന് മരുന്നൊന്നും വേണ്ട, അടിയന്റെ ഗുരു ഉപദേശിച്ച മന്ത്രത്തിന്റെ പകുതി മതി, മുഴുവൻ മന്ത്രം പോലും വേണ്ട, ഇത്രേ ഉള്ളൂ കാര്യം. കാര്യസ്ഥനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതാണോ രോഗം? ഇത് അടിയൻ പഠിച്ച മരുന്നൊന്നും ഇതിന് വേണ്ട, അത്രയുള്ള കാര്യം ഇത് നിസ്സാരമാണ്. എന്നാൽ ഈ മന്ത്രം നോക്കാമെന്ന് വെച്ചാൽ അതും ഇത് മുഴുവൻ വേണ്ട, ഇതൊരു മന്ത്രത്തിന്റെ പകുതി മതി. അപ്പൊ ഇനി മന്ത്രം എങ്ങനെയാണ് ഇവരുടെ മേലാവുക? അതിനും അടിയൻ വഴി ഉണ്ടാക്കി തരാം. അടിയൻ നിലത്ത് മന്ത്രം എഴുതാം, തിരുമേനി വെള്ളം തളിച്ചിട്ട് മന്ത്രം നോക്കുക, ശുദ്ധായി. എന്നിട്ട് ഈ മന്ത്രം തലയിൽ കൈതൊട്ട് ഇല്ലത്തോളുടെ ചെവിയിൽ ഉരുവിടുക, രോഗം പോകും. അതീവ രഹസ്യമാണ് ഈ മന്ത്രം. പകുതിയേ ഉള്ളൂ, മുഴുവനില്ല. വളരെ ഭക്തിയോടുകൂടി വേണം ചൊല്ലാൻ. രാവിലെ കുളിച്ച് ശുദ്ധമായിരിക്കണം. മനസ്സിൽ ഹിംസാസ്ഥേയമൊന്നും ഉണ്ടാവരുത്. എന്നിട്ട് ജപിക്കണം. മലയൻ കാര്യം പറഞ്ഞു. മന്ത്രം കിട്ടാൻ തെറുതിയായി. മലയൻ എഴുതി നൊച്ചി, നൊച്ചി എന്നെഴുതി. ഇതാണ് മന്ത്രം, പകുതി മന്ത്രമാണ്. ആഢ്യൻ വളരെ ഭംഗിയായിപ്പോയി വെള്ളം തളിച്ച് നോക്കി, നൊച്ചി. പൂർണ്ണ വിശ്വാസത്തോടെ അയാൾ ഇല്ലത്തോളുടെ അടുക്കൽ വന്ന് തലയിൽ കൈവച്ച് നൊച്ചി എന്ന് ജപിച്ചതും രോഗം പോയി. രോഗം പോയപ്പോ അദ്ദേഹത്തിന് ദുഃഖമായി.
തന്റെ ശാസ്ത്രത്തിലില്ലാത്ത ഈ ഒരു സാധനം മുഴുവൻ പഠിച്ചാൽ എന്തായിരിക്കും കഥ? പകുതി മന്ത്രമേ ഉള്ളൂ. മുഴുവൻ ജപിച്ചാ മാറുന്ന രോഗം മതിയായിരുന്നു ഇല്ലാത്തവർക്ക്. ഒരുപാട് ഒരു പ്രയോജനമുള്ളതാണ്. കാര്യസ്ഥനെ വിളിച്ചിട്ട് പറഞ്ഞു, വേഗം പോയി മലയനെ കണ്ടു പറയുക, തമ്പുരാൻ ആ മന്ത്രം മുഴുവൻ പഠിക്കണം. മലയൻ പറഞ്ഞു, അതിനെന്താണ്, അടിയൻ ബാക്കി കൂടെ എഴുതിയേക്കാം. മലയൻ വന്നു, അവിടെ എഴുതി നൊച്ചിവായ. തിരുമേനി വെള്ളം തളിച്ചു വായിച്ചു, നൊച്ചിവായ. ഭഗവാനെ, ഭൂതനാഥ, നിന്നെ ഇവൻ ജപിച്ചിട്ട് അതിന്റെ പകുതി കൊണ്ട് നീ അവന്റെ വിഭൂതികൾ വർദ്ധിപ്പിക്കുമ്പോൾ മുഴുവനും കയ്യിൽ ഇത്രയും കാലം ജപിച്ചോതിയ എന്റെ കയ്യിൽ ഇല്ലാതില്ല. അപ്പൊ രഹസ്യങ്ങൾ അന്ന് എല്ലായിടത്തുമുണ്ട്. എങ്ങനെയാണ് മനസ്സതിൽ പ്രതീകാത്മകമായത്? അതിന്നുമുണ്ട്. ഒരു വ്യക്തിക്ക് വിശിഷ്ടമെന്ന് അയാൾ കരുതുന്ന ഒരു വസ്തു കയ്യിൽ കിട്ടുമ്പോൾ അതിന്റെ ഉപഭോഗത്തെ മറന്നും സൂക്ഷിക്കുന്നവരുണ്ട്. വളരെ വിശിഷ്ടമായ ഒരു വസ്തു എന്റെ കയ്യിൽ കിട്ടി, അത് അത്യന്താപേക്ഷിതമായ ഒരുവൻ അവിടെ ഇരിക്കുമ്പോൾ അത് കൊടുക്കില്ല, എന്ത് കേസ് കളിച്ചാലും എന്ന് വിചാരിച്ച് എന്റെ കയ്യിൽ തന്നെ സൂക്ഷിക്കുന്ന ഞാനുണ്ട്. ശരിയാണ്, ശരിയാണ്. അതെന്റെ കയ്യിലുണ്ടെന്ന് ആരും അറിയാതിരിക്കാൻ ശ്രമിക്കുന്ന ഞാനുമുണ്ട്. അത് എനിക്കും എന്റെ കുട്ടികൾക്കും കുട്ടികളുടെ കുട്ടികൾക്കും മാത്രമേ ഉതകൂ എന്ന് തീരുമാനിക്കുന്നവരുമുണ്ട്. അന്യരാർക്കും ഒരിക്കലും ഉപയോഗിച്ചുകൂടാ എന്ന് നിർബന്ധമുള്ളവരുമുണ്ട്. ഈ സ്വഭാവങ്ങൾ നിയമനിർമ്മാണ വ്യവസ്ഥ കൊണ്ടോ പുരോഗതി കൊണ്ടോ വിദ്യാഭ്യാസം കൊണ്ടോ ദ്രവ്യത്തിന്റെ ഭൗതികമായ അന്വേഷണം കൊണ്ടോ മാറിയിട്ടുണ്ടെങ്കിൽ ദ്രവ്യവും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തെ ആസ്പദമാക്കി പൗരാണികമായി നിലനിന്നിരുന്ന രഹസ്യങ്ങളെല്ലാം മാറിയെന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാം. വസ്തുത അവ കൂടുതൽ അന്താരാഷ്ട്ര തലങ്ങളിൽ കാർക്കശ്യത്തോടുകൂടി വർദ്ധിച്ചിട്ടുണ്ടെന്നുള്ളതല്ലേ? കർമ്മരംഗത്തേക്ക് ഇന്ദ്രിയങ്ങളും ദ്രവ്യങ്ങളും മനസ്സും ബുദ്ധിയും അഹങ്കാരവും ഉൾപ്പെടുന്ന രഹസ്യങ്ങളുടെ ലോകത്ത് പഠനങ്ങൾ അറ്റുപോവുകയും അവയെ നിലനിർത്തി സുഖം തന്ന രഹസ്യങ്ങളെ ഇല്ലാതാക്കിയെന്ന് വ്യാമോഹിക്കുമ്പോഴും ദുഃഖം തരുമാറ് രഹസ്യങ്ങൾ കൂടുകയല്ലേ ചെയ്തത്? ഒരുവന്റെ കയ്യിൽ ഒരൗഷധത്തിന്റെ ഔഷധ രഹസ്യം ഇരിക്കുന്നത് അത് മനോഹരമായി ഉപയോഗിക്കുന്നവന് മാത്രം പങ്കുവെച്ചു കൊടുത്തതിന്റെ ശുദ്ധികളുണ്ടോ എന്ന് നോക്കി കൊടുക്കുകയും അല്ലാത്തവന് കൊടുക്കാതിരിക്കുകയും ചെയ്ത് രഹസ്യം നിലനിർത്തി അതിനെ ഉപയോഗപ്പെടുത്തിയ ഇന്നലകൾ. എല്ലാവർക്കുമായ അറിവ് തുറന്നുകൊടുത്തില്ല എന്ന ആക്ഷേപം ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ അന്ന് കുറെ പേർക്ക് ഉപയോഗപ്പെടുമാറ് അത് രഹസ്യമായി നിലനിർത്തിയിരുന്നു. ഇന്ന് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്നറിയാതെ, ഉപയോഗത്തെക്കുറിച്ച് ചിന്തിക്കാതെ, രഹസ്യമില്ലെല്ലാം ഭൗതികമാണ് പരസ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് പേറ്റന്റ് എന്ന പുതിയ പേരിൽ
അതിന്മേലുള്ള അവകാശങ്ങൾ എന്റെ പിടിയിൽ നിലനിർത്തിക്കൊണ്ട് ആരും ഉപയോഗിക്കാതിരിക്കുന്ന വിധത്തിൽ ആ പൗരാണികമായ അസ്പൃശ്യതയെ നിയമബദ്ധുരമാക്കുകയല്ലേ ചെയ്തിട്ടുള്ളത്. ഇന്നലെ അതിന് നിയമമൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് അതിന് നിയമത്തിന്റെ പരിരക്ഷ കൂടി കിട്ടുകയല്ലേ ചെയ്തത്. ഇന്നലെ ഒരുവൻ ഒരു തൊഴിൽ ചെയ്യുമ്പോൾ അതവന്റെ ജാതീയമായ തൊഴിലെന്ന നിലയിൽ നിലനിർത്തിയിരുന്നുവെങ്കിൽ ആ തൊഴിൽ വേറൊരുത്തൻ ചെയ്താൽ അതുപോലെ ആകില്ല എന്ന് പറഞ്ഞു പരത്തിയിരുന്നുവെങ്കിൽ അവൻ ചെയ്യുന്ന തൊഴിലിന്റെ പൂർണ്ണതയാണ് ആ ചിന്തയ്ക്ക് കാരണം. ഇന്ന് ആ പൂർണ്ണതയില്ലാത്ത, അതിന് ജനിതകത്തിന്റെ സമ്മേളനമില്ലാത്ത, ബീജവും ബീജഭാഗവും ബീജഭാഗ അവയവവും സമ്മതിക്കാത്ത ആ തൊഴിൽ കാമം ഹേതുവായി, അതിന്റെ വരുമാനം ഹേതുവായി ആ തൊഴിൽ ഞാൻ സമ്പാദിച്ചു കഴിഞ്ഞാൽ ഞാനും എന്നെപ്പോലെ കുറെ ആളുകളും നിയമത്തിന്റെ പരിലാളനയിൽ അതിനവകാശപ്പെട്ടവരാണെന്ന് വരുത്തി തീർക്കുമ്പോൾ അതിനർഹമായവൻ ആ തൊഴിൽ ചെയ്തുകൂടാ എന്ന് തടയുന്ന നിയമത്തിന്റെ പരിരക്ഷ കൂടി കിട്ടുന്ന അസ്പൃശ്യത ഉണ്ടാവുകയല്ലേ ചെയ്തത്. കേരളം 50-ാം പിറന്നാളിൽ എത്തി നിൽക്കുമ്പോൾ 50 കൊല്ലം കൊണ്ട് ഇത്രയാ നിങ്ങൾ നേടി. കൊല്ലപ്പണി അറിയാവുന്ന കൊല്ലനെ കുലത്തൊഴിലിൽ നിന്ന് മാറ്റി എന്ന സാമൂഹ്യ വ്യവസ്ഥിതിയെ, കുടമുണ്ടാക്കുന്നവനെ അതിൽ നിന്ന് മാറ്റി എന്ന സാമൂഹ്യ വ്യവസ്ഥിതിയെ ആശ്ലേഷിക്കുമ്പോൾ ഇന്ന് അറിയാതെ അത്തരം തൊഴിലുകളുടെ അവകാശങ്ങളിൽപ്പെട്ടവൻ സംഘടിച്ച് അറിവില്ലായ്മയുണ്ടെങ്കിലും അവനെ കൊണ്ടേ ചെയ്യിപ്പിക്കുവാൻ പറ്റൂ എന്ന അവസ്ഥയിലേക്ക് നിയമവ്യവസ്ഥ തന്നെ എത്തിച്ചേരുന്ന ഒരു തലത്തിൽ ആകെ കീഴ്മേൽ മറിക്കുകയല്ലേ നിങ്ങൾ പുരോഗതിയിൽ ചെയ്തത്. അത്തരൊരു വ്യവസ്ഥയിൽ എന്റെ കൈ ചലിക്കുന്നതും കാല് ചലിക്കുന്നതും ദ്രവ്യത്തോട് ബന്ധപ്പെടുന്നതും ചാരുവായ എന്റെ അന്തരംഗ സാധനയ്ക്ക് അനുഗുണമല്ലാതെ ലോകത്തിനും എനിക്കും ദ്രവ്യങ്ങൾക്കും സംഘർഷമുണ്ടാക്കിയാകുമ്പോൾ അന്തരംഗ സാധനയ്ക്ക് എങ്ങനെയാണ് ഇടം കിട്ടുക? ഒരളവ് വരെ അതിലുതിർന്ന അസ്വസ്ഥതയല്ലേ എന്റെ ആധ്യാത്മികതയിലേക്കുള്ള എടുത്തുചാട്ടം പോലും. കടന്ന കയ്യാണ്. ആ പദം ഞാനങ്ങ് ഉപയോഗിക്കേണ്ടെന്ന് വെച്ചാൽ, കാരണം അതിന് വേറൊരർത്ഥവും കൂടുണ്ട്. ഈ ഒളിച്ചോട്ടം എന്ന് പറയുമ്പോൾ ഒരാണ് പെണ്ണിനെയും കൊണ്ട് ഒളിച്ചോടിയെന്നും പണ്ടും പെണ്ണാണിനെയും കൊണ്ട് ഒളിച്ചോടിയെന്നും പറയുന്നത് പോലെ ആണോ പെണ്ണോ എന്ന് തിരിച്ചറിയാനാവാത്ത ദ്രവ്യസഞ്ചയത്തോടുള്ള കാമവുമായി ഒളിച്ചോടുന്നതും അതുതന്നെയാണെന്നിരിക്കെ നിങ്ങളിൽ അത്തരം സങ്കല്പങ്ങൾ ഉണർത്തുന്ന വിഭൂതികൾ വരണ്ട എന്ന് വിചാരിച്ചാണ് അതാണെങ്കിലും ഒളിച്ചോട്ടം എന്ന പദം ഉപയോഗിക്കേണ്ടെന്ന് വെച്ചു. പദം വളരെ മനോഹരമായിട്ടുണ്ട് എന്ന് അംഗീകരിക്കുകയാണ്. ഓർക്കാത്തത് കൊണ്ടല്ല അന്നേരം, പക്ഷെ ഇങ്ങനൊരു കുഴപ്പമോർത്തിട്ടാണ്. അത്രയേ ഉള്ളൂ. ഇത് ദ്രവ്യവും ഞാനും തമ്മിലുള്ള ബന്ധം ഭൗതികേതരമാകുമ്പോൾ അത് ഉരുത്തിരിച്ചുണർത്തുന്ന അസ്വസ്ഥത എന്നെ കർമ്മരംഗത്ത് നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കുവാൻ പ്രേരിപ്പിക്കുമ്പോൾ, അതിൽ നിന്ന് വ്യത്യസ്തങ്ങളായ 1000 കർമ്മങ്ങൾ തത്തിക്കളിക്കുമ്പോൾ, ഞാൻ ഇവിടെ നിന്ന് വിട്ട് ആധ്യാത്മിക വിഭൂതിയിൽ അഭയം തേടിയാലും ഇവിടെ ഞാൻ സങ്കല്പിച്ച എല്ലാ കർമ്മങ്ങളും ഇതിനേക്കാൾ ശക്തമായി അവിടെ തുടങ്ങുമ്പോൾ, അതിന്റെ മമതകളെല്ലാം ഞാൻ അവിടെ പുലർത്തുമ്പോൾ, കർമ്മരംഗമാകെ മമതയുടെ കോടരമായി മാറുമ്പോൾ, ബാഹ്യ സാധനയിൽ നിന്ന് വാക്കും മനസ്സും
പ്രവൃത്തിയും മനോവാക്കായ കർമ്മങ്ങളെ ചേർത്ത് വെച്ച് എന്നാണ് എന്റെ അന്തരംഗ സാധനയിലൂടെ എനിക്ക് മുന്നേറുവാൻ കഴിയുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ബാഹ്യ സാധനയുടെയും ബാഹ്യ പ്രവൃത്തിയുടെയും ബാഹ്യ കർമ്മത്തിന്റെയും സ്വരൂപ വിജ്ഞാനം ഇവിടെ അത്യന്താപേക്ഷിതമാണ്. ഞാനൊരു കർമ്മത്തെ ചെയ്യുമ്പോൾ ആ കർമ്മം ചെയ്ത് ലാഭമോ നേട്ടമോ അറിവോ ഉണ്ടാക്കുകയല്ല, ആ കർമ്മമെന്ന അജ്ഞാനത്തിന്റെ കറ എന്റെ ബോധത്തിൽ നിന്ന് ഞാൻ തുടച്ചു കളയുകയാണ് ചെയ്യുന്നത് എന്ന പുതിയൊരു വ്യാഖ്യാനം എനിക്ക് അന്തരംഗ സാധനയിലേക്ക് പോകാൻ അനിവാര്യമായിത്തീരുന്നു. ഞാനൊരു കർമ്മത്തെ ചെയ്യുമ്പോൾ എന്റെ ബോധത്തിലേറ്റ ആ കർമ്മകാമന എന്ന കറ മനസ്സ്, വാക്ക്, കർമ്മം എന്ന 3 വിഭൂതികളിൽ കാരണവും സൂക്ഷ്മവും സ്ഥൂലവുമായി കിടക്കുന്ന ആ 3 ഭാവക്കറ കർമ്മമായി പൂർത്തീകരിച്ച് തീർക്കുന്നതിലൂടെ അത് തുടച്ചു കളയുകയാണ്. ആ കർമ്മത്തിൽ നിന്ന് ഞാനൊരു നേട്ടമുണ്ടാക്കുകയോ ആ കർമ്മം ലോകത്തിന് പ്രയോജനപ്രദമാകുന്നു എന്ന് ഞാൻ അഭിമാനിക്കുകയോ ആ കർമ്മം എന്റെ സ്വരൂപമാണെന്ന് ഞാൻ വിശ്വസിക്കുകയോ ചെയ്യുകയല്ല അറിവുള്ളവൻ ചെയ്യേണ്ടത് ചെയ്യുന്നത് എന്ന് തിരിച്ചറിയുന്നതാണ് അന്തരംഗ സാധന. എപ്രകാരമാണോ എന്നിൽ രൂപാന്തരപ്പെട്ട മലമായി ഗുദദ്വാരത്തിലൂടെ പോകുന്നത്, അത് പോയി കഴിയുമ്പോൾ വല്ലാത്തൊരാശ്വാസം ഉണ്ടാകുന്നത്, എപ്രകാരമാണോ മൂത്രം ഒഴിഞ്ഞു പോകുന്നത്, അതുപോലെ എന്റെ മലവും മൂത്രവുമായി ഒഴിഞ്ഞു പോകുന്നതാണ് ഈ കർമ്മങ്ങളും അവയുടെ ഫലങ്ങളും. അല്ലാതെ അവയൊന്നും എന്റെ വിഭൂതികളല്ല എന്ന് തിരിച്ചറിയലാണ് കർമ്മരംഗത്ത് അന്തരംഗ സാധനയിൽ പ്രാഥമികമായി മനുഷ്യൻ അറിയേണ്ടത്. കർമ്മരംഗങ്ങൾ അതുകൊണ്ട് ഒരുവന്റെ ആധ്യാത്മിക വിഭൂതിയുടെ അളവുകോലല്ല. എന്ത് വോളണ്ടറിയായി ചെയ്താലും നിങ്ങളിൽ സ്വേച്ഛയോ പരേച്ഛയോ അനിച്ഛയോ എന്ന ഇച്ഛ രൂപാന്തരപ്പെടുന്നുവെങ്കിൽ അതൊരു പാപക്കറയാണ്. അനിച്ഛയായിരുന്നാൽ പോലും നിങ്ങളുടെ ഇച്ഛ വന്നില്ലെന്നേ ഉള്ളൂ, കർമ്മത്തിൽ ആവേഗമുണ്ടാവണം. അപ്പൊ സമൂഹം എന്നൊരു ഇച്ഛയുണ്ട്. ഒറ്റ സൊല്യൂഷൻ ഇത് തിരിച്ചറിയുക, ഞാൻ ചെയ്യുന്ന ഈ കർമ്മവിഭൂതികളൊന്നും നേട്ടമായി ഞാൻ അഭിമാനിക്കാതിരിക്കുക. അതിന്റെ ജയാപജയങ്ങളെല്ലാം അനിവാര്യമാണ്. അതെന്റെ കാമനയിൽ ഉതിർന്നതാണ്. ഞാൻ അത് ചെയ്തത് കാമത്തിലാണ്. അത് ചെയ്തു തീർന്നപ്പോൾ എന്റെ കാമം നഷ്ടപ്പെട്ടിരിക്കുന്നു, ഞാൻ ശുദ്ധനായിരിക്കുന്നു. അനിച്ഛ എന്നത് എനിക്ക് ഇച്ഛയില്ലെന്നേ അർത്ഥമുള്ളൂ. പ്രകൃതിയുടെ ഒരു ഇച്ഛയുണ്ട്. അത് മുമ്പ് പറഞ്ഞ പ്രകൃതിയുടെ ഇച്ഛയിലോ വ്യക്തിയുടെ ഇച്ഛയിലോ എന്റെ ഇഷ്ടത്തിൽപ്പെട്ട ആളുകളുടെ ഇച്ഛയിലോ എനിക്കിഷ്ടമുണ്ടാകുന്നത് എന്റെ അബോധത്തിലാണ്. കാണുന്നവരുടെ എല്ലാ ഇച്ഛയിലൊന്നും ഞാൻ ചെയ്യില്ല. എനിക്കിഷ്ടം തോന്നണം. എനിക്ക് യാതൊരു ഇച്ഛയില്ല, എനിക്ക് വേണ്ടിയിട്ടല്ല. ഞാൻ 2 പേരുടെ കൂടെ യാത്ര ചെയ്യുന്നു, ആഹാരം കഴിച്ചിട്ടുണ്ട്. അവരാഹാരം കഴിക്കാൻ നിർബന്ധിച്ചപ്പോൾ കൂടെ ആഹാരം കഴിക്കാൻ കയറുന്നത് എനിക്ക് യാതൊരു ആഗ്രഹവും ഉണ്ടായിട്ടില്ല. പക്ഷെ അവരുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിൽ കഴിക്കാം. ആധുനികയിൽ ഇത് വളരെ കൂടുതലാണെന്ന് തോന്നുന്നു. ഞാൻ അമ്പലങ്ങളിലൊന്നും വിശ്വസിക്കുന്നില്ല. ഭാര്യ വിശ്വസിക്കുമ്പോൾ പോകാതിരിക്കാൻ പറ്റും. പരേച്ഛയെ അംഗീകരിക്കാതെ പറ്റില്ല. എനിക്ക് ജ്യോതിഷത്തിൽ യാതൊരു വിശ്വാസവും ഇല്ല. പക്ഷെ മകന്റെ കല്യാണം വരുമ്പോൾ
ഭാര്യയുടെ സഹോദരന്മാരും ഒക്കെ ഒരു ജ്യോതിഷിയെ വിളിച്ചോണ്ട് വന്നാൽ നിന്ദിക്കുന്നത് മനുഷ്യന് ചേർന്നതല്ലാത്തത് കൊണ്ട് രാഹുവും കേതുവും ഒക്കെ നോക്കാൻ ഞാൻ അന്നേരം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇങ്ങനെ വരുന്ന പരേച്ഛകളും ഇതൊക്കെ എനിക്ക് നിങ്ങൾക്ക് ഉള്ള സാധനമാണ്. എനിക്ക് യാതൊരു തലത്തിലും വേണ്ടിയിട്ടല്ല. എന്റെ കൂടെ നിൽക്കുന്ന ആളുകളുടെ ആശയഗതിക്കനുസരിച്ച് അവരോട് എനിക്ക് ഇഷ്ടമുണ്ട്, അതുകൊണ്ട് അത് സമ്മതിക്കുന്നു. വേറൊരാൾ വിളിച്ച് അതുപോലെ പറഞ്ഞാൽ ഞാൻ സമ്മതിക്കുമോ? അപ്പൊ പ്രിയത്തിലെ ഒരു പരേച്ഛയും പ്രിയമോ അപ്രിയമോ ഇല്ലാത്ത പ്രകൃതിയുടെ ഇച്ഛ വരുമ്പോൾ ഒരു അബോധവും എന്നെ കർമ്മത്തെ പ്രേരിപ്പിക്കുന്നുണ്ട്. പ്രിയവുമില്ല അപ്രിയവുമില്ല. എന്തുകൊണ്ടാ ചെയ്തതെന്ന് ചെയ്ത വേളയിൽ അറിയില്ല. ഇഷ്ടംപോലെ കർമ്മങ്ങളുണ്ട്, ഇഷ്ടംപോലെ. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ നടന്നു പോകുന്ന സമയത്ത് വളരെ നിർബന്ധപൂർവ്വം നമുക്ക് തന്നെ താല്പര്യം എടുത്ത് നമ്മള് ഒരു സ്ഥലത്ത് അന്യന്റെ പറമ്പില് വീണ് കിടക്കുന്ന ഒരു പശുവിനെ കരകയറ്റി അതിനെയും കൊണ്ട് ആശുപത്രിയിൽ പോയി അപ്പുറത്ത് വെട്ടിത്തിന്നുന്നത് നമ്മളാണ്. അവസരം കിട്ടിയ 4 എണ്ണത്തിനെ വെട്ടി അടിക്കുന്നത് നമ്മളാ ഇതിനെയും കൊണ്ട് ആശുപത്രിയിൽ പോയിരിക്കുന്നത്. പക്ഷെ ഇത് പത്രത്തിൽ വരുമ്പോൾ നമ്മൾ കരുണാമയനും ഗംഭീരനും ഒക്കെയാവും. മറ്റത് പത്രത്തിൽ വന്നാൽ നമ്മൾ വളരെ മോശക്കാരനാവും. ഇത് പത്രത്തിൽ വരുമ്പോൾ ഞാൻ സിദ്ധനും, അത് പത്രത്തിൽ വരുമ്പോൾ ഞാൻ മോശക്കാരനും, അത് പത്രത്തിൽ വരുന്നവൻ മോശക്കാരനും, ഇത് പത്രത്തിൽ വരുന്നവൻ നല്ലവനും. ഇങ്ങനെയാണല്ലോ നമ്മുടെ എല്ലാ. അതെ, ആ തിക്കിക്കൊണ്ടിരുന്ന ഒരു വണ്ടിക്കാരൻ നാളെ നിങ്ങളുടെ വീടിന്റെ അടുക്കൽ കൂടെ പോകുമ്പോൾ ഈ തിക്കിക്കൊണ്ടുവന്നത് പത്രക്കാർ കണ്ടിട്ടില്ല, അവന്റെ രൂപവും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വെച്ചൊരു കാളയെ അവൻ തന്നെ സംരക്ഷിച്ചാൽ, വെട്ടുകാരനായ അവൻ തന്നെ സംരക്ഷിച്ചാൽ നാളെ അവൻ ഈ നാട്ടിലെ ഏറ്റവും വലിയവനുമാവും. എല്ലാ പത്രവും കൂടി അവനെ പ്രശംസിച്ചു ഒന്ന് എഴുതുകയും ചെയ്താൽ മതിയാവും. ഞാൻ പറഞ്ഞ ഉദാഹരണം അപര്യാപ്തമാണ്, പര്യാപ്തമാണ്. അപ്പോൾ ഒരു അനിച്ഛയുണ്ട്, നമ്മെ ഭരിക്കുന്ന ഒരു അനിച്ഛയുണ്ട്. എന്തുകൊണ്ടത് ചെയ്തേ? ആലോചിച്ച് നോക്കിയാൽ എന്റെ സ്വഭാവം വെച്ച് അങ്ങനെ ഒന്നും ചെയ്യാൻ ഒരു സാധ്യതയില്ല. പക്ഷെ അങ്ങനെ ഒരു നല്ല കർമ്മം ചെയ്തപ്പോഴേക്ക് ഞാൻ ലോകോത്തരനായി തീർന്നിട്ടുണ്ട്. അപ്പൊ ഒറ്റയ്ക്കിരിക്കുമ്പോൾ വല്ലാത്ത ചിരി വരുന്നുണ്ടാവും. അതിനു മുമ്പ് ചെയ്ത് കാണിച്ചതൊന്നും ലോകം അംഗീകരിക്കാതിരിക്കുകയും ഈ ഒരെണ്ണത്തെ പിടിച്ച് അംഗീകരിക്കുകയും ഇനി പഴയ പോലെ ജീവിക്കാൻ പറ്റാതെ വരികയും ചെയ്യുന്ന എന്റെ ഒരു വിഷമം. തൊഴിലൊന്നുമില്ലാതെ അന്വേഷിച്ച് നടന്നതാ. ഒരു തൊഴിലും കിട്ടാതെ വന്നപ്പോൾ തൊഴിൽ അന്വേഷിച്ചു പോയിരുന്നത്. വളരെ സ്നേഹിച്ചൊരു പെങ്കൊച്ച്, അതിനെ കല്യാണം കഴിക്കാൻ കാശുമില്ലാത്തതുണ്ട്. അവളുടെ വീട്ടുകാരാണെങ്കിൽ വല്ല തൊഴിലും ഒക്കെ കൊണ്ടുവന്നിട്ട് നമുക്ക് ആലോചിക്കാവുന്നൊരു വാക്കും പറഞ്ഞോ പോയതാ. അങ്ങനെയാണ് ആർ കെ നാരായണന്റെ പ്രസിദ്ധമായ ഗൈഡിൽ പറയുന്നത്. നോവലിലെ കഥയാണ്, ചിലപ്പോൾ ശരിയാവാം. ഇയാള് നേരെ പോയി ഒരു വഴിയില്ലാതിരിക്കുമ്പോഴാണ് പതുക്കെ കുറെ ആളുകൾ ഒരു ഗോപുരത ഇരിക്കുന്നുണ്ട്. അവിടെ ആളുകൾ കൊണ്ട് ഭക്ഷണം കൊടുക്കുന്നു, ബഹുമാനിക്കുന്നതും ഒക്കെ ചെയ്യുന്നു. കാവ്യമൊക്കെ കൊടുത്ത് കുറെ ആളുകൾ ഇരിക്കുന്നു. ഇന്നത്തേക്ക് ഇതിന്റെ ഇടയിലെങ്ങാനും കയറി ഇരിക്കാൻ വേണ്ടി കാണിച്ചു. ഇടയിൽ ഇരുന്നപ്പോൾ ഇയാളുടെ ഈ വസ്ത്രമൊക്കെ കണ്ടപ്പം ഭക്ഷണമൊന്നും കൊടുത്തില്ല. വായിക്ക് മനസ്സിലായി വസ്ത്രം മാറിയില്ല, ഈ ഭക്ഷണം കിട്ടുന്ന മട്ടില്ല. അയാളതിൽ ഒരാൾ കുളിക്കാനായിട്ട് കരക്കെടുത്ത് വെച്ച് വസ്ത്രം കൊടുത്ത് അയാൾ നേരെ സുഖമായിട്ട് ഗോപുരത്തെ കൂടെ കൂടി നേരെ അവിടെ ഇരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഇയാൾക്കൊരു തേജസ് ഒക്കെ ഉണ്ട് മുഖത്ത്. ഇത് കഴിഞ്ഞപ്പോ തന്നെ ആളുകൾ നോക്കാൻ മാത്രമുണ്ട്. അപ്പൊ വരുന്ന ആളുകളൊക്കെ ഇയാളുടെ അടുക്ക പ്രത്യേകം വരാൻ തുടങ്ങി. ആളുകൾ ഇങ്ങനെ വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതനുസരിച്ച് ഇയാള് ഉയർന്നില്ലെങ്കിൽ മോശമാണ്, ഇയാൾ ഉയരാൻ തുടങ്ങി. അങ്ങനെയായപ്പോ നാട്ടിൽ മഴയില്ലാതായിട്ട് കുറെ കാലമായി. അപ്പൊ ആളുകൾ വന്ന് ഇയാളോട് ചോദിച്ചു, മഴ? അയാളാകെ ഒന്ന് തലയൊക്കെ കറങ്ങി കണ്ണൊക്കെ മുകളിലേക്ക് പോയിട്ട് പറഞ്ഞു, 41 ദിവസം ഒരാൾ നിരാഹാരമിരുന്ന് ഭജനം ചെയ്തു കഴിയുമ്പോൾ ഈ ദേവി കടാക്ഷിക്കുകയും മഴ പെയ്യുകയും ചെയ്യുന്നു. അത്ഭുതകരമായി നാട്ടുകാർ ചേർന്നൊരു കമ്മിറ്റിയൊക്കെ ഉണ്ടായി. സ്വീകരണ കമ്മിറ്റി, പ്രോജക്റ്റ് കമ്മിറ്റി, പ്രോഗ്രാം കമ്മിറ്റി. പക്ഷെ അവിടെ തെരഞ്ഞെടുത്തത് ഉപവാസം ഇരിക്കാൻ ഇയാളെയാണ്. ഇത് വില്ലന്മാരാണ്, ഇനി ഊരാൻ പറ്റില്ല.
ഇയാൾ അവിടെ ഇരുന്ന് പൂജയും ചെയ്ത് പുഷ്പങ്ങളൊക്കെ ധാരാളം വരും, അതിങ്ങനെ പൂജ ചെയ്യും, നിവേദ്യം വരും, അതൊക്കെ ഇങ്ങനെ ദേവിക്ക് അർച്ചിക്കും. ഇത് കഴിഞ്ഞ് കമ്മിറ്റിക്കാരെടുത്തുകൊണ്ട് പോയി അവര് കൂട്ടായിട്ടിരുന്ന് തിന്നും. ഇയാളിങ്ങനെ ഇരിക്കുകയാണ്. ഈ ആഹാരം അങ്ങോട്ട് കഴിക്കാനങ്ങ് വെമ്പൽ കൊള്ളുന്നുണ്ട്. 20-ാം ദിവസമായപ്പോ ഗംഭീരമായിട്ട് നാട്ടിലെ പത്രങ്ങളും ചാനലുകളും ഒക്കെ വന്നു. 25ആയി, 29ആയി. അപ്പൊ ഇങ്ങനെ നാട്ടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഒഴുകുകയാണ് ദിവ്യനെ കാണാൻ. 29-ാം ദിവസം 30-ാം തീയതി പുലരുന്നതിന് മുമ്പ് മേഘം ഉരുണ്ടുകൂടാൻ തുടങ്ങി. ആളുകളൊക്കെ പറയാൻ തുടങ്ങി, അത്ഭുതമാണ്. 30-ാം ദിവസം പ്രഭാതത്തിൽ അയാൾ എന്ത് ഇതുകൊണ്ടും ജീവിച്ചിരിക്കണമെങ്കിൽ അന്നം കഴിക്കണം ഓർത്ത് അന്നം വാരാൻ തുടങ്ങി. വാരിയെടുക്കുമ്പോൾ ക്യാമറകളിൽ നോക്കി അയാൾ ദേവിയിലേക്ക് അർച്ചിക്കുക. ഒന്നും ചെയ്യാനാവില്ല. ഭക്തി ബഹുമാനത്തോടെ ജനം അയാളെ അതാക്കിയിരിക്കുകയാണ്. അത് അർച്ചിച്ചു തീരുമ്പോൾ അയാൾ പുറകോട്ട് മറിഞ്ഞു വീണ് മരിക്കുകയും മഴ പെയ്യുകയുമാണ്. പണ്ട് അയാൾ സ്നേഹിച്ച കുട്ടിയും അവിടെ വന്ന നെഞ്ചിലേക്ക് വീണ് മരിക്കുക. ഇതാണെന്ന് തോന്നുന്നു ആർ കെ നാരായണന്റെ പ്രസിദ്ധമായ ഗൈഡ്. ഇത് വായിച്ചിട്ടുണ്ടോന്നറിയില്ല. ദ ഗൈഡ് സിനിമയുമാക്കിയോന്ന് എനിക്ക് സംശയമുണ്ട്. സാധനം സീരിയലായിട്ടൊന്നും ഇങ്ങനൊരു സാധനം ഉണ്ട്. എന്തായാലും ഏതാണ്ട് അതിന്റെ രത്നച്ചുരുക്കം ഇങ്ങനെയാണ്. പണ്ട് വായിച്ചതാണ്. കഥയിൽ അല്പസ്വല്പം മാറ്റമൊക്കെ കാണും. കഥാപാത്രം രാജു എന്നാണ്. അപ്പോ പണ്ടെങ്ങോ വായിച്ചതാണ്. അപ്പൊ അതിന്റെ ആദ്യകാലത്ത് വായിച്ചത്. അതുകൊണ്ട് കഥ മുഴുവനൊന്നും ഓർത്തിരിപ്പുണ്ടാവില്ല. എങ്കിലും സന്ദർഭം വന്നുകൊണ്ട് പറയാം. അപ്പോ ഒരു കർമ്മരംഗത്തേക്ക് ഒരുത്തൻ കയറുമ്പോ പ്രകൃതിയും അയാൾ ഇച്ഛിക്കാതെ അയാളെ കൊണ്ടുപോകുന്ന ഒരു ലോകം ഉണ്ടാവും. ഇനിയും മനസ്സിലായില്ല. അനിച്ഛാപൂർവകം. ക്ലിയറായി? ഇപ്പോ സ്വേച്ഛയുണ്ട്, പരേച്ഛയുണ്ട്, അനിച്ഛയുണ്ട്. കർമ്മത്തിന്റെ സ്വേച്ഛാതലങ്ങളിൽ, കർമ്മത്തിന്റെ പരേച്ഛാതലങ്ങളിൽ, കർമ്മത്തിന്റെ അനിച്ഛാതലങ്ങളിൽ പ്രവർത്തിക്കുമ്പോഴും കർമ്മം ജന്മജന്മാന്തരങ്ങളുടെ മലഭാണ്ഡമാണ്. അതും പേറി അകലെ എങ്ങോ കാത്തിരിക്കുന്ന തന്നിലേ തന്നെ കറുത്ത മുക്കുവനെ തേടി പോകുമ്പോൾ ഈ ഭാണ്ഡം എവിടെയെങ്കിലും ഉപേക്ഷിച്ചേ മതിയാവും. ഉപേക്ഷിക്കുവാനുള്ള ഭാണ്ഡം മാത്രമാണ് ഈ കർമ്മവാസനകളും കർമ്മങ്ങളുമെന്ന് തിരിച്ചറിയുമ്പോഴാണ് അന്തരംഗ സാധനയുടെ ഉൾവിളി ജിജ്ഞാസാപൂർവം കടന്നു വരുന്നത്. അതുവരെ കർമ്മത്തോടുള്ള മമത ഏത് ആശ്രമത്തിലായിരുന്നാലും, ഏത് വർണ്ണത്തിലായിരുന്നാലും, ഏത് വ്യവസ്ഥാപിത സമൂഹത്തിലായിരുന്നാലും തന്റെ അഭിമാനവും തന്റെ നിർബന്ധവും തന്റെ നേട്ടവും താൻ അതിൽ വലിയവനാണെന്നുള്ള ഭാവവും അതിനു വേണ്ടിയുള്ള ലോകത്തിൽ നിന്നുള്ള അംഗീകാരത്തിനുള്ള ആഗ്രഹവും ദാഹവും എല്ലാം കലർന്ന ഒരു ഭാവം മാത്രമാണ്. എനിക്കും നിങ്ങൾക്കും എന്നോ എന്നിൽ കടന്നുകൂടിയ ഒരു അജ്ഞാനത്തിന്റെയും എന്നിൽ രൂപാന്തരപ്പെട്ട ഒരു വാസനയുടെയും എന്റെ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളുടെ താതാത്മ്യത്തിന്റെയും വടു മാത്രമാണ് ഈ കർമ്മങ്ങളെന്ന്, അവയെ പോഷിപ്പിക്കുന്ന പ്രോത്സാഹനത്തിന്റെ പദതല്ലജങ്ങളെന്ന്, അവയിലൂടെ നേട്ടങ്ങൾ കൊയ്യുന്ന എന്റെയും ലോകത്തിന്റെയും നിലയെന്ന് തിരിച്ചറിയാതെ അവ എന്റെ നേട്ടമാണെന്ന്, അവ കാലഘട്ടങ്ങളുടെ നേട്ടമാണെന്ന്, അവ എന്റെ സമുദായത്തിന്റെ സമൂഹത്തിന്റെ ഒക്കെ നേട്ടമാണെന്ന്, അവയിലാണ് ലോകം നാളെ പുരോഗമിക്കുന്നതെന്ന്, അവയിലൂടെയാണ് പുതിയൊരു സന്ധ്യ ഉളവാകുന്നതെന്ന് ഒക്കെ
ഞാൻ വ്യാമോഹിക്കുമ്പോൾ, എന്റെ കൂടെയുള്ളവർ വ്യാമോഹിക്കുമ്പോൾ, അതിനെ പ്രശംസിക്കുമ്പോൾ, അതിനായി അവാർഡുകളും മറ്റ് കാര്യങ്ങളും ചെയ്തു തരുമ്പോൾ, ആ ലോകമാകെ അജ്ഞാനത്തിന്റെയും ബഹിരംഗ സാധനയുടെയും ലോകമാണെന്നും അത് അന്തരംഗ സാധനയെ കെടുത്തുകയും കൂടുതൽ കടുത്ത അജ്ഞാനത്തിലേക്ക് നയിക്കുന്നു എന്നും നാം അറിയുന്നില്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ ബഹിരംഗ സാധനയുടെ സ്വരൂപം അത്ര വിസ്തൃതമാണ്. ഈ ദിശയിലുള്ള ഒരു അന്വേഷണവും പഠനവും നിങ്ങൾ പുറപ്പെടുമ്പോൾ പ്രതീക്ഷിച്ചുവോ എന്ന് എനിക്കറിയില്ല. ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ ഇങ്ങോട്ട് പോലും പ്രതീക്ഷിച്ചിട്ടില്ല. ഇവിടെ വന്നിരിക്കുമ്പോഴും പ്രതീക്ഷിച്ചിട്ടില്ല. നിങ്ങൾ വിഷയം ചോദിക്കുമ്പോഴും പ്രതീക്ഷിച്ചിട്ടില്ല. ഈ അന്വേഷണം ചാരുവാണെന്ന് എനിക്ക് തോന്നുന്നത് കൊണ്ടും ആയില്ല. ഇത് പഠിക്കാതെ ഒരു സാധനയും ഫലവത്താവില്ലെന്നാണ് ആചാര്യന്മാർ പറഞ്ഞു കേട്ട് തലച്ചോറിൽ കിടക്കുന്നത്. എന്തു തോന്നുന്നു നിങ്ങൾ ചെയ്യുന്ന സാധനകളുടെ ലോകം പരിശോധിച്ചാൽ? സാധനകൾ പോലും കർമ്മത്തെ കൂടുതൽ വീര്യമുള്ളതാക്കുമെന്നും കർമ്മരംഗത്ത് വിജയിക്കാൻ പറ്റുമെന്നും കർമ്മകുശലനാവുക എന്നുള്ളതാണ് ലക്ഷ്യമെന്നും ഒക്കെ ബഹിരംഗ സാധനങ്ങളെ വെച്ചുകൊണ്ട് ലോകം പറയുമ്പോൾ കർമ്മത്തെയും സാധനയെയും എല്ലാം ഭരിക്കുന്ന ഒരു അബോധമുണ്ടെന്ന് അംഗീകരിക്കാതെയുള്ള ഈ പോക്ക് കൂടുതൽ കൂടുതൽ കുഴപ്പങ്ങളിൽ നമ്മെ കൊണ്ട് എത്തിക്കുമോ? വൈയക്തികമായും സാമൂഹികമായും മാനവന്റെ കണക്കുകൂട്ടലുകൾ പ്രകൃതി സത്വവും രജസ്സും തമസ്സുമായി മാറി നിന്ന് അടിച്ച് തകർത്ത് അഭിമാനികളെ വെന്ന് മുന്നേറുമ്പോൾ അഭിമാനം ഒരു മായാ മരുമരീചികയായി തീരുന്നുണ്ടാവുമോ? വ്യക്തിയുടെ അഭിമാനങ്ങളും ജാതിയുടെ അഭിമാനങ്ങളും സംഘടിത ശക്തിയുടെ വിവിധ അഭിമാനങ്ങളും രാഷ്ട്രത്തിന്റെ അഭിമാനങ്ങളുമെല്ലാം കേവലം അറിവിന്റെ ഈ ലോകത്ത് ഒരു മരുമരീചികയും അതേപോലെ തന്നെ അതിനനുഗുണങ്ങളെന്ന് വിളയാടി പറയുന്ന കർമ്മങ്ങൾ അത്രയും വ്യക്തിയുടെയും സമൂഹത്തിന്റെയും അജ്ഞാനത്തിന്റെ മലഭാണ്ഡങ്ങളുമായി തീരുന്നുണ്ടാവുമോ? ചിന്തനീയമായ ഈ ഒരു സത്യം അപഗ്രഥിച്ചിട്ട് വേണം അന്തർയോഗ സാധനയിലേക്ക് വ്യക്തി കടന്നു ചെല്ലാൻ.